സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ഷൻ അടുത്ത് വരും തോറും വർഗീയമായ ചേരിതിരിവുകളും വിദ്വേഷ പ്രസ്താവനകളും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പടർത്തലും അങ്ങനെ വിഷം ചീറ്റുന്നവരും അല്ലാത്തവരും എല്ലാം കൂടെ കൊണ്ട് മനസ്സ് നമ്മുടെ അസ്വസ്ഥമാവുകയാണ്. നമ്മളെങ്ങനെയൊന്നും ജീവിച്ചവരല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പിന്നെ എന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് കൊടുക്കേണ്ടുന്ന സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ യാതൊരു എത്തുപിടിയും കിട്ടുന്നില്ല. എന്തായാലും തൽക്കാലം വിഷയം എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അത് സ്വന്തം താല്പര്യങ്ങളാണ്, സമുദായ താല്പര്യങ്ങളൊന്നും അല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ് സമുദായ താല്പര്യം. ഇപ്പോൾ ആദ്യം പറഞ്ഞു നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന്. അതിപ്പോൾ മാറി നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി. അപ്പോൾ അതിൽ ഒഴിവാക്കിയതെന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് ഒഴിവാക്കിയത്. അപ്പോൾ ആരെങ്കിലും വെറുപ്പിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വെറുത്താലേ ഈ ബാക്കിയുള്ള ഐക്യം സാധ്യമാവും. അങ്ങനെയുണ്ടോ? എനിക്കറിയാം. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് മനുഷ്യന്മാർക്ക് ഇപ്പോൾ അനിഷ്ടങ്ങൾ ഉണ്ടാവാം, ചിലരോട് താല്പര്യമില്ലായ്മ ഉണ്ടാവാം, ചിലരോട് വെറുപ്പുണ്ടാവാം, ചിലരോട് വിദ്വേഷം ഉണ്ടാവാം. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. സമുദായങ്ങൾ തമ്മിൽ അങ്ങനെ ആവശ്യമുണ്ടോ? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ എല്ലാ സമുദായക്കാരും നമുക്ക് വേണ്ടേ? അതായത് നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഒന്നും അല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ കേരളീയരല്ലേ. നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും, ഈ 3 സമുദായങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് നേരത്തെ എന്ന് പറയുന്നത് മതം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്തുകൊണ്ടാണ് ജനങ്ങൾ മതം മാറുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ മതം മാറുന്നവരെന്ന് പറയുന്നത് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഹിന്ദുക്കളായ മനുഷ്യരാണ്. അതായത് പട്ടിക ജാതി പട്ടികവർഗങ്ങളിലുള്ള ആൾക്കാരാണ് മതം മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും മാറുന്നത് ക്രിസ്ത്യാനികളും, രണ്ടാമത് മുസ്ലിങ്ങളിലും. അപ്പോൾ കേരളം വിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കൂട്ടത്തോടെ ഒരു മതം മാറ്റം വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് വേറെ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ തന്നെ വേർതിരിവുണ്ടാവുകയും പാവപ്പെട്ടവരെയും ദളിതനെയും ഒറ്റപ്പെടുത്തി താഴേക്കിടയിൽ നിർത്തി അവരെ ഉയർന്നു വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഈ മതം മാറ്റം നടക്കുന്നത്. അല്ലാതെ മതത്തോടുള്ള ആകർഷണം ഒന്നുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മതത്തിനോടുള്ള ആകർഷണം കൊണ്ടുവരുന്നവരെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ഇനിയിപ്പോൾ മതം മാറിയാലും അത് തിരിച്ച് ഗർ വാപ്പസി അത് ഇതൊന്നും ലോകത്ത് ഇനി എന്തെല്ലാം സംഭവങ്ങൾ നടന്നാലും അവർ ഗർ വാപ്പസി ഒന്നും നടത്താറില്ല, നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ദളിതനെയാണ് കൂടുതലായിട്ട് ഈ മതം മാറിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ഇവിടെ കൂടുതലായിട്ട് വളർന്നത്? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് വളർച്ചയുണ്ടാകുന്നത്? ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പാവപ്പെട്ടവരെ, ദളിതന സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഒറ്റപ്പെടുത്തുകയാണ്. അവർക്ക് ഉയർന്നു വരാനുള്ള അവസരങ്ങളില്ല, ഉയർന്നു വരാൻ അനുവദിക്കുകയില്ല, അവരെ അടിച്ചിരുത്തുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് സമൂഹത്തിലെ ഹിന്ദുക്കള് തന്നെയാണ്. അവരും ദളിതനും ഹിന്ദു അല്ലേ. അപ്പോൾ ദളിതനെ എന്തുകൊണ്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല? അവർക്ക് വേണ്ട സംരക്ഷണവും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വളർന്നു വരാനുള്ള സൗകര്യങ്ങളും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും എന്തുകൊണ്ട് ഹിന്ദു നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നില്ല? കുറച്ചെങ്കിലും ചേർത്ത് നിർത്തുന്നത് ഇപ്പൊ മുസ്ലിങ്ങളാണ് ദളിതനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ പോലും ചേർത്ത് പിടിക്കുന്നില്ല. അവരവർ മതത്തിൽ ആളിനെ ചേർക്കുന്നവരെ അവർ ചേർത്ത് പിടിക്കുന്നതല്ലാതെ മതത്തിനോട്, നിങ്ങൾ മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, മലബാർ ഭാഗത്തോട്ടോട്ട് എടുത്ത് നോക്കിയാൽ മതി, ദളിതനെ ചേർത്ത് നിർത്തുന്നത് ഇപ്പൊ മുസ്ലിങ്ങൾ മാത്രമാണ്. അവർ മതത്തിലോട്ട് വിളിക്കുന്നതൊന്നുമില്ല ആരെ, എൻ്റെ അറിവിലില്ല. അതാണ് സംഭവം എന്ന് പറയുന്നത്. അതായത് ആരെ എന്തെങ്കിലും കൊടുത്തോ, ആഹാരം കൊടുത്തോ, പണം കൊടുത്തോ, സ്ഥാനമാനങ്ങൾ നൽകിയോ മതത്തിൽ കയറ്റിയിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. മതത്തെ പറ്റി പഠിച്ച് അതിൽ അവർ ആകർഷകരായിട്ടുണ്ടെങ്കിൽ മാത്രമേ മതം മാറാവൂ. അവർ ഏത് മതവും വിശ്വസിക്കാം, ഏത് രാഷ്ട്രീയവും അവന് തിരഞ്ഞെടുക്കാം. അങ്ങനെ ആയിരിക്കണം. മുസ്ലിങ്ങളെ ഇപ്പോൾ വെറുപ്പിക്കുക, അവരെ വിരോധികളാക്കുക, അവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ലോകം കണ്ട
ഏറ്റവും വലിയ വർഗീയവാദിയാണ്. കാരണം എന്താണെന്നറിയാം? ഒരു സമുദായ നേതാവ്, ആ സമുദായ നേതാവ് എന്ന് പറയുന്നതിന് ആ സമുദായത്തിന്റെ ആചാര്യൻ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താണ്? മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്, ആ കച്ചവടവും ചെയ്യരുത് എന്നാണ്. അപ്പോ അതേ കച്ചവടം, അതേ മദ്യം കൊടുത്ത് ഒരു തലമുറയെ നശിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ SNDPയുടെ സെക്രട്ടറി ജനറലായി? അതാണ് വിരോധാഭാസം. ഈ ലോകം പോണ പോക്കതാണ്. അതായത് വർഗീയത പറയുന്നവൻ, വർഗീയത പറയരുതെന്ന് പറയുന്ന നേതാവിനെ ധിക്കരിച്ചുകൊണ്ട് കള്ള് കച്ചവടം ചെയ്ത് ജാതി പറയരുത്, ജാതി ചോദിക്കരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു വാചകം വെള്ളാപ്പള്ളി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പൊതുപ്രസംഗത്തിലോ ജനങ്ങളുടെ മുന്നിലോ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വന്തം താല്പര്യം മാത്രമാണ് വെള്ളാപ്പള്ളിക്ക്. രണ്ടാമത് ഇപ്പോ നമ്മുടെ സുകുമാരൻ നായർ, ഇപ്പോ നായരും ഈഴവരും ഐക്യം ഉണ്ടാക്കുന്നവന് ആരെതിര്? ആരും എതിരല്ല. സമുദായങ്ങളിൽ ഒന്നിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് സമുദായങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും പിന്നെ സഹകരണവും ഒക്കെ എന്ന് പറയുന്ന, സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ മനുഷ്യർ തമ്മിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വേർതിരിവ് വേണ്ട. അവനവന്റെ മതം അനുസരിച്ച് അവനവന് ജീവിക്കാം. ആർക്കും ഒരു ശല്യം ഇല്ലല്ലോ. അങ്ങനെയല്ലേ കാലാകാലങ്ങളും നൂറ്റാണ്ടുകളായി കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായാലും ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഗോസ്വാമിമാരുടെ ആ ജൽപ്പനങ്ങൾ കേട്ട് നമ്മൾ പോണോ? അതിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയാൽ പോരെ. നിങ്ങൾക്ക് ഏത് BJP താങ്ങണമെങ്കിൽ RSSനെ താങ്ങണമെങ്കിൽ താങ്ങാം. ഇപ്പൊ പണ്ടെന്ന് പറയുന്ന RSS ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായിരുന്നു. RSS എന്ന് പറയുന്ന സംഘപരിവാർ സംഘടന. അവർ ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർ രാഷ്ട്രീയത്തിൽ വരില്ല. അവര് പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുന്ന BJPയാണ്. അപ്പോൾ അവര് പിന്നെ ഈ ജാതീയമായ വേർതിരിവുണ്ടാക്കി സമൂഹത്തില് പിന്നെ വിദ്വേഷവും വെറുപ്പും പടർത്തി പിന്നെ കലാപങ്ങൾ ഉണ്ടാക്കി, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജനങ്ങളോടുള്ള എന്തെങ്കിലും പ്രതിപത്തിയോ? അല്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമോ പിന്നെ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയോ? അല്ല. അവർക്ക് അവരുടേതായ കസേര ഉറപ്പിക്കുന്നു. ഏത് സമുദായ മേലധ്യക്ഷന്മാരായിരുന്നാലും ശരി, അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സമുദായത്തെ ദുരുപയോഗം ചെയ്യുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത്, മനുഷ്യന്മാരെന്ന് പറയുന്നത് കാലാകാലം ആരെങ്കിലും ജീവിച്ചിരിക്കും? ആരും ജീവിച്ചിരിക്കില്ല. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ആളുകൾ ഇങ്ങനെ എടുക്കുന്നതും സമൂഹത്തിന് അവർ നേതൃസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും കൊണ്ടാണ്. അപ്പൊ ഇവരെയൊക്കെ നാളെ ഒരു സമൂഹം എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത് എന്നവർ ചിന്തിച്ചു.